ഞാൻ ചപ്പാത്തി പരത്തുമ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെയാണ് കേട്ടോ കിട്ടാറ്. ഒരു ഷേപ്പും ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ വിചാരിക്കും ഇതെങ്ങനെയായിരിക്കും ഓരോരുത്തർ ഇങ്ങനെ നല്ല റൗണ്ട് ഷേപ്പാക്കി എടുക്കുന്നത്. എനിക്ക് എന്തായിരിക്കും ഇങ്ങനെ വട്ടത്തിൽ തന്നെ ഇങ്ങനെ പരത്താൻ കിട്ടാത്തത്. അപ്പം ഞാനിങ്ങനെ പലപ്പോഴും ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ പരത്തി നോക്കിയിട്ട് ഞാനിങ്ങനെ ശ്രമിച്ചു നോക്കും. അപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിൽ തോന്നിയ ഐഡിയ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഫസ്റ്റ് തന്നെ ആദ്യം ഇങ്ങനെ ഉണ്ട നല്ലോണം ഉരുട്ടിയിട്ട് അതിങ്ങനെ നേരെ പരത്തുക. അപ്പോൾ കുറച്ച് ഇങ്ങനെ നീണ്ട് പരന്ന് കഴിയുമ്പോൾ വീണ്ടും കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് അത് ഒന്ന് തിരിച്ചിട്ടൊന്ന് പരത്തി വെക്കുക. എന്നിട്ട് അതിന് ശേഷം വീണ്ടും ഇപ്പുറത്തെ സൈഡ് ഒന്ന് നല്ലോണം ഒന്ന് പരത്തിയതിന് ശേഷം കുറച്ചുകൂടി ഒരു പൊടി ഇട്ട് കൊടുക്കുക. ഇത്തിരീച്ചെ ഇടാവും കേട്ടോ. അപ്പോൾ ഇത് പൊടി ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഫസ്റ്റായിട്ട് പരത്തുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ പറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെൻ്റെ കുറച്ച് പറ്റിയിട്ടുണ്ട്. ഞാൻ വീണ്ടും ഇത്തിരീച്ചെ പൊടി ഇട്ട് കൊടുത്ത് പിന്നെയും ഇത് വെച്ച സൈഡിൽ നിന്ന് പിന്നെയും തിരിച്ച് പിന്നത്തെ സൈഡും കൂടി ഇങ്ങനെ പരത്തുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ വീതിയിലാണ് പരത്തിയെങ്കിൽ പിന്നെ നീളത്തിൽ അങ്ങനെ ആക്കി രണ്ട് സൈഡും ഇങ്ങനെ ആക്കി നോക്കുക. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു റൗണ്ടിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ എന്നിട്ട് നമ്മളിങ്ങനെ അത് ചെരിച്ച് വെച്ചിട്ട് പരത്തുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കറക്റ്റ് റൗണ്ടായിട്ടൊന്ന് കിട്ടും. അപ്പോൾ ഇത് റൗണ്ടിൽ പരത്താൻ അറിയാത്ത ആൾക്കാരൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും നല്ല കറക്റ്റ് നമുക്ക് ഫസ്റ്റ് തന്നെ പരത്തുമ്പോൾ നല്ല കറക്റ്റ് റൗണ്ട് തന്നെ കിട്ടുമൊന്നുമില്ല. നമ്മളിങ്ങനെ ആക്കി കുറേ പരത്തുമ്പോൾ അങ്ങ് റെഡി ആവൽ തന്നെയാണ്. ഞാനൊക്കെ ആദ്യം പരത്തുമ്പോൾ എന്ന് പറയുന്നത് ഇതിലിങ്ങനെ പറ്റിപ്പോവുകയൊക്കെ ചെയ്യും. തീരെ പരത്താൻ കഴിയില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ കുറേ വട്ടം ഇങ്ങനെ പരത്തി നോക്കിയിട്ടാണ് ശരിയായിട്ടുള്ളത്. അപ്പോഴാണ് ഞാനിങ്ങനെ ഒരു ദിവസം വെറുതെ ഇങ്ങനെ പരത്തി നോക്കിയത്. നമ്മളെ വീട്ടിൽ തന്നെ ചുടുമ്പോൾ എങ്ങനെ പരത്തിയാലും എന്താ നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പരത്തും. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ചുടുമ്പോഴും ഇങ്ങനെ പരത്തി ശീലമാവലാണ്. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ആർക്കും ഒന്നും അറിയില്ലല്ലോ ജനിക്കുമ്പോൾ. നമ്മളിങ്ങനെ പിന്നീടല്ലേ പഠിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ നീളത്തിൽ പരത്തുക. അതിന് ശേഷം തിരിച്ചിട്ട് ഒരിത്തിരി പൊടിയാക്കിയിട്ട് നമ്മൾ അങ്ങനെ വീതിയിലാക്കിയിട്ട് പിന്നെയും പരത്തുക. അതിന് ശേഷം വീണ്ടും നീളത്തിലാക്കുക, പിന്നെയും വീതിയിലാക്കുക. ഈ പൊടി നമ്മൾ കുറച്ച് ആക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്തിലാണ് വെക്കുന്നത് അതിലിങ്ങനെ പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പറ്റിപ്പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ ആക്കിയ മാവും കുറച്ച് ഭയങ്കര കട്ടിയൊന്നുമില്ല, നല്ല സോഫ്റ്റിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ മുറിഞ്ഞൊക്കെ പോവും. അതുകൊണ്ട് ഇങ്ങനെ പരത്തി നോക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ അറിയാത്തവരും ഉണ്ടാവും, അറിയുന്നവരും ഉണ്ടാവും. അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇത് പെട്ടെന്ന് കഴിയും. നമ്മളിങ്ങനെ വിചാരിക്കും ഭയങ്കര വലിയ പണിയാണ്, റൗണ്ടൊന്നും കിട്ടത്തില്ല അങ്ങനെയെന്നൊക്കെ. ജസ്റ്റ് ഇങ്ങനൊന്ന് ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടിപൊളിയായിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഓക്കെ ബൈ. ഇത്രയേ ഉള്ളൂ.